വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ശർക്കര പൊങ്കൽ അല്ലെങ്കിൽ സ്വീറ്റ് പൊങ്കലിൻ്റെ റെസിപ്പി കാണാം. ശർക്കര പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൂങ് ദാൽ അല്ലെങ്കിൽ പയറുപരിപ്പ്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്. 1/4 കപ്പ് വീതം മൂങ് ദാലും അതേപോലെ പച്ചരിയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അരിയും പയറും എടുക്കുന്ന റേഷ്യോ അവരവരുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റാം. ഞാൻ പകുതി സെയിം ക്വാണ്ടിറ്റി എടുക്കുന്നത്. 1/4 കപ്പ് നിറച്ച പയറുപരിപ്പ്, ഏകദേശം ഒരു 55 ഗ്രാം ഉണ്ടാവും. അതേപോലെ പച്ചരിയും 1/4 കപ്പ് നിറച്ചെടുത്തു. ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകുക. ഒരു 3-4 പ്രാവശ്യം കഴുകിയ ശേഷം കുക്കറിൽ വേവിച്ചെടുക്കണം. 2-3 പ്രാവശ്യം കഴുകി നമ്മൾ വെള്ളം ഒന്ന് ക്ലിയർ ആകുന്ന വരെ കഴുകി ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഇപ്പം അരിയും പരിപ്പും കൂടെ നമ്മൾ എടുത്തേക്കുന്നത് 1/2 കപ്പാണ്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്. കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരെ കുക്ക് ചെയ്യുക. നമ്മൾ നോക്കുന്നൊരു സ്റ്റേജ് രണ്ടും നന്നായിട്ട് വേവണം. അരിയും വേവണം, പരിപ്പും നന്നായിട്ട് വേവുന്ന ഒരു പരുവത്തിന് വരെ വേവിച്ചെടുക്കുക. നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കാണ്. ഇതിന് പ്രഷർ മൊത്തം പോകണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്വീറ്റ് പൊങ്കലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ 100 ഗ്രാം ശർക്കര എടുത്തേക്കുന്നത്. മെഷറിംഗ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് നിറച്ച് ഹീപ്ഡായിട്ട് എടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഇത് രണ്ടും കൂടെ ഉരുക്കിയെടുക്കാം. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ശർക്കര പൊടിയാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള പൊടിയാണ്. അത് മണ്ണൊന്നും സാധാരണ കാണാറില്ല. നിങ്ങൾ ഉണ്ട ശർക്കര ആണെങ്കിലും പൊട്ടിച്ച് ഇതേപോലെ മെഷർ ചെയ്ത് 100 ഗ്രാം എടുക്കുക. 100 to 150 ഗ്രാംസ് വരെ എടുക്കുക, നമ്മുടെ മധുരത്തിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട്. ഇപ്പം ശർക്കര ഉരുകി നമ്മൾ ഒരു നൂൽ പരുവൊന്നും ആക്കിയിട്ടില്ല. നന്നായിട്ടൊന്ന് ഉരുകിയ ശേഷം ഓഫ് ചെയ്തിടാം. ഇതിൻ്റെ പ്രഷർ മൊത്തം പോയ ശേഷം വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. പ്രഷറൊക്കെ പോയി ചെക്ക് ചെയ്യാം. അരിയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് വെള്ളമുണ്ട്, അത് കുറച്ചുകൂടെ പറ്റണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്യാം. ഇതിനകത്തുണ്ടായിരുന്ന എക്സസ് വെള്ളവും പാലും ഒക്കെ പറ്റി ഇതിനകത്തേക്ക് നമ്മൾ ശർക്കര അരിച്ച് ഒഴിക്കും. എപ്പോഴും ടേസ്റ്റ് ചെയ്തിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഹീപ്ഡായിട്ട് ചേർക്കാം. അപ്പോൾ പൊങ്കലിൻ്റെ നെയ്യ് ഉള്ളത് നല്ലൊരു രുചിയാണ്. ശർക്കര ഇട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്പൂണിൽ ഇങ്ങനെ ഇടാവുന്ന പരുവത്തിലുള്ളൊരു ടെക്സ്ചറാവും. ഇനി നമുക്കിതിനകത്തേക്ക് നെയ്യിൽ കുറച്ച് നട്ട്സൊക്കെ ഫ്രൈ ചെയ്തിടാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്, നെയ്യിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുന്തിരിങ്ങയും കൂടെ ചേർക്കാം. ഉണക്ക മുന്തിരിങ്ങ. ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സ്വീറ്റ് പൊങ്കലിലേക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ചേർക്കാം. ഈ വറുത്ത മിക്സ്ചർ ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം.
അപ്പോൾ സ്വീറ്റ് പൊങ്കൽ നമുക്ക് ഈ ഒരു അയവിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എപ്പോഴും അവർക്ക് ഭയങ്കര ചൂടോടെ ഒന്നുകൂടെ ലൂസായിരിക്കും. ഇച്ചിരി ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു അയവിൽ കിട്ടും. ഇതിൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമില്ല, ഒരു പാകത്തിന് മധുരമേ ഉള്ളൂ. നല്ല മധുരമൊക്കെ വേണമെങ്കിൽ 150 ഗ്രാം ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മധുരത്തിൽ കിട്ടും. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.